മദർ തെരേസ, കാരുണ്യത്തിന്റെ ലോകമാതാവ്. ലോകം മുഴുവൻ അധികാരത്തിന്റെയും പണത്തിനും വേണ്ടി ഓടുമ്പോൾ ഒരു ചെറിയ സ്ത്രീ ലോകത്തോട് സംസാരിച്ചത് സ്നേഹത്തെക്കുറിച്ചും കരുണയെക്കുറിച്ചുമാണ്. കൊൽക്കത്തയിലെ തെരുവുകളിൽ ആരുമില്ലാത്തവർക്ക് തണലായി മാറിയ കാരുണ്യത്തിന്റെ മാലാഖ മദർ തെരേസ. ഭാരതത്തെ തന്നെ കർമ്മഭൂമിയാക്കി മാറ്റിയ ആ മഹാജീവിതത്തിലേക്ക് നമുക്കൊന്ന് നോക്കാം. ബാല്യവും ഇന്ത്യയിലേക്കുള്ള വരവും. 1910 അൽബേനിയയിലാണ് ആഗ്നസ് ഗോൺസ്ക ബൊജാസ്ക എന്ന മദർ തെരേസ ജനിച്ചത്. 12-ാം വയസ്സിൽ തന്നെ ദൈവവിളി അനുഭവിച്ച അവർ തൻ്റെ 18-ാം വയസ്സിൽ ലൊറെറ്റോ സിസ്റ്റേഴ്സിൽ ചേർന്നു. 1929 ഇന്ത്യയിലെത്തിയ അവർ ഒരു സ്കൂൾ അധ്യാപികയായി സേവനമനുഷ്ഠിച്ചു. എന്നാൽ കൊൽക്കത്തയിലെ ചേരികളിലെ ദുരിതം അവരുടെ മനസ്സിനെ വല്ലാതെ വേദനിപ്പിച്ചു. മിഷണറീസ് ഓഫ് ചാരിറ്റി. 1946 രണ്ടാമത്തെ ദൈവവിളി മദറിനെ കോൺവെന്റിന്റെ സുരക്ഷിതത്വത്തിൽ നിന്നും തെരുവുകളിലേക്ക് എത്തിച്ചു. 1950 അവർ മിഷണറീസ് ഓഫ് ചാരിറ്റി സ്ഥാപിച്ചു. മരിക്കാൻ പോകുന്നവർക്ക് അന്തസ്സോടെ വിടവാങ്ങാൻ നിർമ്മൽ ഹൃദയ് എന്ന ഭവനം അവർ ഒരുക്കി. കുഷ്ഠരോഗികളെയും അശരണരെയും അവർ നെഞ്ചോട് ചേർത്തു. പുരസ്കാരങ്ങളും ലോകശ്രദ്ധയും. മദറിന്റെ കാരുണ്യ പ്രവർത്തനങ്ങൾ ലോകം ശ്രദ്ധിച്ചു. 1979 സമാധാനത്തിനുള്ള നോബൽ സമ്മാനം അവരെ തേടിയെത്തി. നോബൽ സമ്മാനത്തിനോടനുബന്ധിച്ചുള്ള വിരുന്ന് വേണ്ടെന്ന് വെച്ച് ആ തുക പാവപ്പെട്ടവർക്ക് ഭക്ഷണം നൽകാൻ അവർ ആവശ്യപ്പെട്ടു. ഭാരതം അവർക്ക് നൽകിയ ഏറ്റവും വലിയ ആദരമായിരുന്നു ഭാരതരത്ന. 1997 സെപ്റ്റംബർ 5 ആ മഹാജീവിതം വിടവാങ്ങി. ലോകം അവരെ വിശുദ്ധയായി പ്രഖ്യാപിച്ചു. നമുക്ക് വലിയ കാര്യങ്ങൾ ചെയ്യാൻ കഴിയില്ലായിരിക്കാം, പക്ഷേ ചെറിയ കാര്യങ്ങൾ വലിയ സ്നേഹത്തോടെ ചെയ്യാൻ കഴിയും എന്ന മദറിന്റെ വാക്കുകൾ ഇന്നും ലോകത്തിന് വഴികാട്ടിയാണ്.